ചാപ്റ്റർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ് തീരുകയാണ് അല്ലേ. സോ വെൽക്കം ടു എക്സാം പോയിന്റ്. ഇന്ന് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ പഠിക്കാൻ പോകുന്നത് +1 കമ്പ്യൂട്ടർ സയൻസിന്റെ 10th ചാപ്റ്ററായ ഫങ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ മിസ് ഈ ഒരു ചാപ്റ്റർ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് മാക്സിമം പബ്ലിഷേഴ്സിന്റെ എക്സാം പോയിന്റിന്റെ ഗൈഡിൽ നിന്നാണ്. ഈ ഒരു ഗൈഡ് നിങ്ങൾക്കും റെഫർ ചെയ്യാവുന്നതാണ്. എല്ലാ ചാപ്റ്റേഴ്സിന്റെ നോട്ട്സും സാമ്പിൾ പ്രോബ്ലംസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതോടെ വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ നമ്മൾ ഫുള്ള് ഫങ്ഷൻസിനെ പറ്റിയാണ് പഠിക്കുന്നത്. മീൻസ് ഓൾറെഡി നമ്മുടെ C++ൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോഴേക്കും ഇൻറ്റ് മെയിൻ എന്ന് പറഞ്ഞ് നമ്മളൊരു ഫങ്ഷൻ അതിൽ പഠിക്കുന്നുണ്ടായിരുന്നു അല്ലേ. സ്ട്രക്ചർ എഴുതിയപ്പോഴേക്കും നമ്മളൊരു ഫങ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ബാക്കി കോഡൊക്കെ എഴുതുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഫങ്ഷൻ എന്നുള്ളത് അന്നേരം പറഞ്ഞു തന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ 7th ചാപ്റ്റർ തൊട്ട് ഇങ്ങോട്ട് നമ്മൾ C++ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തിയറി ഒന്നല്ല, ഫുള്ള് പ്രോഗ്രാമിംഗ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബേസിക്സ് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യം തന്നെ എന്തൊക്കെയാണ് നമ്മുടെ മെയിൻ ടോപ്പിക്സ്, ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ടെന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് തന്നെ വരുന്നത് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണ്, അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ്, അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും അത്രയും കാര്യം നമ്മളവിടെ പഠിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഫങ്ഷൻസ് ഇൻ C++ലെ ഫങ്ഷൻസ് ഏതൊക്കെയാണ്, എന്താണ് ഫങ്ഷൻ. ഓക്കെ, നമുക്ക് 2 ടൈപ്പ് ഫങ്ഷൻസ് ആണ് വരുന്നത്. പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസും ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും ഉണ്ട്. അതിൽ തന്നെ പ്രീ ഡിഫൈൻഡിൽ എന്തൊക്കെയുണ്ട്, സ്ട്രിംഗ് ഫങ്ഷൻസ് ഉണ്ട്, മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്, ക്യാരക്ടർ ഫങ്ഷൻ, കൺവേർഷൻ ഫങ്ഷൻസ് ആൻഡ് IO മീൻസ് ഇൻപുട്ട് ഔട്ട്പുട്ട് മാനിപ്പുലേറ്റിംഗ് ഫങ്ഷൻസ്. അപ്പോൾ ഇത്രയാണ് പ്രീ ഡിഫൈൻഡിൽ വരുന്നത്. ഇനി യൂസർ ഡിഫൈൻഡ് വരുമ്പോൾ എന്താ, അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്രിയേറ്റിംഗ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ, ദെൻ പ്രോട്ടോടൈപ്പ് ഓഫ് ഫങ്ഷൻസ്, ആർഗ്യുമെന്റ്സ്, ഫങ്ഷൻസ് വിത്ത് ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ്, മെത്തേഡ്സ് ഓഫ് കോളിംഗ് ഫങ്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എവിടെ പഠിക്കുന്നത്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസിൽ പഠിക്കുന്നത്. ദെൻ അത് എത്രയും കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ പല ഫങ്ഷൻസിൻ്റെയും വേരിയബിൾസിൻ്റെയൊക്കെ സ്കോപ്പ് ആൻഡ് ലൈഫ്, അതുപോലെ തന്നെ റെക്കസീവ് ഫങ്ഷൻ എന്താണ്, ആൻഡ് ഫൈനലി ക്രിയേഷൻ ഓഫ് ഹെഡർ ഫയൽസ്. എന്നാൽ നമ്മുടെ ഹാഷ് ഇൻക്ലൂഡ് IOStream എന്ന് പറയുന്നത് എന്തായിരുന്നു, ഹെഡർ ഫയൽ ആണല്ലേ. അപ്പോൾ ഇതുപോലെ ഹെഡർ ഫയൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണെന്നുള്ളതാണ്, ദ കോൺസെപ്റ്റ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. ഓക്കെ, അപ്പോൾ പേര് കേട്ട് കൺഫ്യൂഷൻ ഒന്നും അടിക്കേണ്ട. സിംപ്ലി നമുക്കൊരു വലിയ പ്രോഗ്രാം കിട്ടുവാണെങ്കിൽ നമ്മൾ അത് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ചെറിയ ചെറിയ പ്രോഗ്രാമായിട്ട് നമുക്കതിനെ ബ്രേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കേ, ഇതിൽ നമ്മുടെ ഇപ്പോൾ ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. എന്തൊക്കെ വരും, അഡ്മിഷൻ വരും, ഇവാലുവേഷൻ, അക്കൗണ്ട്സ്, സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ്, ടീച്ചേഴ്സിൻ്റെ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ വരുന്നില്ലേ. അപ്പോൾ ഈ ഓരോന്നും ഓരോരുത്തർക്കായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് വർക്ക് ഈസി ആവുമല്ലോ. അപ്പോൾ ആ ഒരു സെയിം കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ പറയുന്നത്, ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ലാർജ് പ്രോഗ്രാംസ് ഇൻ ടു സ്മോളർ സബ് പ്രോഗ്രാംസ് ഇസ് നോൺ ആസ് വാട്ട്, മോഡുലറൈസേഷൻ. ഓക്കെ, അപ്പോൾ അതെന്താണ് ക്ലിയർ ആയില്ലേ. സോ ദ സബ് പ്രോഗ്രാംസ് ആർ ജനറലി കോൾഡ് ഫങ്ഷൻസ്. ഇപ്പോൾ മനസ്സിലായോ, നമ്മൾ അതായത് ഓരോ ചെറിയ ചെറിയ പ്രോഗ്രാമായിട്ട് നമ്മൾ തിരിക്കും എന്ന് പറഞ്ഞു. ആ ചെറിയ ചെറിയ പ്രോഗ്രാമിനെ വിളിക്കുന്ന പേരാണ് ഫങ്ഷൻ. ഓക്കെ, ക്ലിയർ ആയോ. ഇപ്പോൾ സിമ്പിളായിട്ടൊരു എക്സാമ്പിളും കൂടെ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു കാൽക്കുലേറ്റർ എടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ കാൽക്കുലേറ്ററിൽ എന്തൊക്കെ ചെയ്യാം, നമുക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതെല്ലാം ചെയ്യാമല്ലോ. അപ്പോൾ ഈ ഒരു കാൽക്കുലേറ്ററിൻ്റെ ഇതിന് ഓരോന്നിനെയും ഓരോരുത്തർക്കായിട്ട്, അതായത് അഡീഷൻ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം, മൾട്ടിപ്ലിക്കേഷൻ ഒരു പ്രോഗ്രാം, അതുപോലെ ഡിവിഷൻ ഒരെണ്ണം, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ എന്നൊക്കെ പറഞ്ഞത് എന്താ, അത് ഓരോരോ ഫങ്ഷൻ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫങ്ഷൻ എന്താണെന്ന് മനസ്സിലായില്ലേ, ക്ലിയർ ആണല്ലോ. സോ C++ ഓൾസോ ഫെസിലിറ്റേറ്റ്സ് മോഡുലാർ പ്രോഗ്രാമിംഗ് വിത്ത് ഫങ്ഷൻസ്. അപ്പം നമ്മുടെ ഈ ഒരു മോഡുലാർ പ്രോഗ്രാമിംഗ് കൊണ്ടുള്ള മെറിറ്റ്സ് എന്താണ്, നമ്മുടെ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കേണ്ടേ. എന്താ, ആദ്യം തന്നെ നമുക്ക് എന്താ പറയാൻ പറ്റുക, റെഡ്യൂസ് ദ സൈസ് ഓഫ് ദ പ്രോഗ്രാം അല്ലേ. ഒരു വലിയ പ്രോഗ്രാമിനെ ചെറുതാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിൻ്റെ സൈസ് നമുക്ക് ചെറുതായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ആദ്യം പറയുന്നത്. ദെൻ ലെസ് ചാൻസ് ഓഫ് എറർ. ഒന്നിച്ച് നമ്മൾ ഇരുന്ന് ചെയ്യുമ്പോഴേക്കും നമുക്ക് എറേഴ്സ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഒത്തിരി എറർ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്താ, നമുക്ക് എറേഴ്സ് വരുന്നതിൻ്റെ ചാൻസ് കുറയും. ഓക്കെ, ദെൻ റെഡ്യൂസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി.
ഓക്കെ, ഒരു വലിയൊരു പ്രോഗ്രാം നമ്മളോട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒത്തിരി ഫങ്ഷൻസ് ഉള്ള ഒരു പ്രോഗ്രാം ചെയ്യാൻ പറഞ്ഞാൽ നമുക്കൊരു ഇത്തിരി കോംപ്ലക്സ് ആയിട്ട് തോന്നും അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഓരോ ഫങ്ഷൻസ് ആയിട്ട് തിരിക്കുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ പ്രോഗ്രാമിങ്ങിൻ്റെ കോംപ്ലക്സിറ്റി നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ലാസ്റ്റ് എന്താ പറയുന്നത്, ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി. ഓക്കെ, അത് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് എന്ത് മെറിറ്റ്സ് എന്ന് പറയുന്നത്. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഫൈനൽ ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് എക്സാം വരുമ്പോഴൊക്കെ മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ മെറിറ്റ്സ് അറിഞ്ഞിരിക്കുക, ജസ്റ്റ് 4 പോയിന്റ്സ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ മെറിറ്റ്സ് ഉണ്ടെങ്കിൽ എന്തായാലും ഒരു ഡീമെറിറ്റ് കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഡീമെറിറ്റ്? വൈൽ ഡിവൈഡിങ് ദ പ്രോഗ്രാം ഇൻടു സ്മോളർ വൺസ്, എക്സ്ട്രാ കെയർ ഷുഡ് ബി ടേക്കൺ, അതർവൈസ് ദ അൾട്ടിമേറ്റ് റിസൾട്ട് വിൽ നോട്ട് ബി റൈറ്റ്. എന്താണ്, നമ്മൾ ചെറിയ പ്രോഗ്രാമായിട്ട് നമ്മൾ ഇതിനെ തിരിക്കുമ്പോൾ നമ്മൾ അതിന് എക്സ്ട്രാ കെയർ കൊടുത്തിരിക്കണം. അതായത് ഒരു കെയർലെസ് ആയിട്ട് നമ്മൾ ചെയ്യാനിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക, ഫൈനലി ഇത് നമ്മൾ നോക്കുമ്പോഴേക്ക് കറക്റ്റായിട്ടുള്ളൊരു റിസൾട്ട് വരണമെന്നില്ല. അപ്പോൾ എന്ത് ശ്രദ്ധിക്കണം, നമ്മൾ കൂടുതൽ കെയർ ചെയ്തിരിക്കണം. അപ്പോൾ അതാണ് ഇവിടെ ഒരു ഡീമെറിറ്റ് ആയിട്ട് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണെന്നുള്ളത് പക്കയല്ല, ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഇനി ഫങ്ഷൻസ് ഇൻ C++. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ എന്തായിരുന്നു, ഫങ്ഷൻസ് എന്നായിരുന്നു ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഫങ്ഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, സോ ലെറ്റ് us കൺസിഡർ ദ കേസ് ഓഫ് എ കോഫി മേക്കിംഗ് മെഷീൻ. ഓക്കെ, ഞാനിവിടെ ഒരു കോഫി മേക്കിംഗ് മെഷീൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ വെച്ചിട്ട് നോക്കി, ഇതിൽ എന്തൊക്കെ കാണിക്കുന്നുണ്ട്, ഒരു കപ്പ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് കോഫിയാണ് വരുന്നതെന്ന് പറഞ്ഞു. ദെൻ മുകളിൽ എന്തൊക്കെയുണ്ട്, വാട്ടർ, മിൽക്ക്, ഷുഗർ, കോഫി പൗഡർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? നമ്മളൊരു പെർട്ടിക്കുലർ എമൗണ്ട് വാട്ടറും മിൽക്കും ഷുഗറും കോഫി പൗഡറൊക്കെ നമ്മൾ അതിൽ ആഡ് ചെയ്ത് വെക്കും അല്ലേ. എന്നിട്ട് നമ്മൾ മേക്ക് കോഫി എന്ന് പറഞ്ഞ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കോഫി ഉണ്ടാക്കി എന്തിൽ, ഈ ഒരു മഗ്ഗിലേക്ക് നമുക്കത് ഒഴിച്ച് കിട്ടും. അതാണ് അവിടെ നടക്കുന്ന കാര്യം അല്ലേ. അപ്പം നമ്മളിതൊരു പ്രോഗ്രാമായിട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം നോക്കിക്കേ. നമുക്കിപ്പോൾ ഒരു കപ്പിലേക്കാണ് വരേണ്ടത് അല്ലേ. കപ്പിൻ്റെ ഉള്ളിൽ നമുക്കിപ്പോൾ മേക്ക് കോഫി, അപ്പോൾ കപ്പ് നമ്മളിവിടെ എടുക്കുകയാണ്. കപ്പിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, മേക്ക് കോഫി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അതിലേക്ക് അവിടെ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ വാട്ടറും അതുപോലെ തന്നെ മിൽക്ക്, ഷുഗർ ആൻഡ് ദെൻ കോഫി പൗഡർ, ഇത്രയും കാര്യങ്ങൾ മിക്സ് ചെയ്ത് നമുക്ക് ആ ഒരു കോഫി ഉണ്ടാക്കി നമുക്ക് കിട്ടും അല്ലേ. അപ്പം ഇത്രയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു മേക്ക് കോഫി എന്ന് പറയുന്നത് ഒരു ഫങ്ഷനായിട്ട് നമുക്ക് പറയാം. ക്ലിയർ ആയോ? അതായത് മേക്ക് കോഫി എന്ന് പറയുന്നത് ഒരു ഫങ്ഷനാണ്. അത് എന്തിലാണ് എടുക്കുന്നത്, ഒരു കപ്പിലേക്കാണ് അത് ഒഴിക്കുന്നത് അല്ലേ. അപ്പോൾ കപ്പ് എന്ന് പറയുന്നത് എന്താ, ഈ കോഫി റിസീവ് ചെയ്യുന്ന, കോഫി സ്റ്റോർ ചെയ്യുന്ന ഒരു സാധനം. ഓക്കെ, ഇനി ഈ ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന എന്താ, വാട്ടർ, മിൽക്ക്, ഷുഗർ, കോഫി പൗഡർ, ഇതൊക്കെ എന്താണ്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ്. അതായത് ഫങ്ഷൻ്റെ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോഫി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കോഫി ബോട്ടിൽ നിങ്ങൾക്ക് ഒരു 2 നമ്പർ ആഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. അത് നിങ്ങൾക്കൊരു ഫങ്ഷനായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് കൊടുക്കാം, നമുക്ക് ആഡ് എന്ന് പറഞ്ഞിട്ട് ഫങ്ഷന് പേര് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ 2 നമ്പർ, നമുക്ക് 2 എണ്ണം ഇൻസേർട്ട് ചെയ്യേണ്ട 2 നമ്പർ കൊടുക്കണം. അപ്പോൾ ഇൻറ്റു A ഇൻറ്റു B എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ പറയുകയാണ് C = A+B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് C എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് എയും ബിയും ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്താണോ അത് അതിലേക്ക് സ്റ്റോർ ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫങ്ഷൻ. അപ്പോൾ ഫങ്ഷൻ എന്താണ്, അതുപോലെ പാരാമീറ്റേഴ്സ്, ആർഗ്യുമെന്റ്സ് എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? അപ്പോൾ നോക്കിക്കേ, നമുക്ക് ഫങ്ഷൻസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്, പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസും ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും ഉണ്ട്. അതിൽ പ്രീ ഡിഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പോലെ തന്നെ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ C++ൽ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫങ്ഷൻസിനെയാണ് എന്ത് വിളിക്കുന്നത്, പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, we can create our own functions for a specific job or task. Such functions are called user defined functions. എന്താണ്, നമ്മളിപ്പോൾ അഡീഷന് വേണ്ടിയിട്ട് ഞാനൊരു ഫങ്ഷൻ എല്ലാം ഉണ്ടാക്കിയത്, അതായത് എനിക്കൊരു പ്രോഗ്രാം ചെയ്യണം അല്ലെങ്കിൽ ഒരു കാര്യം, ഒരു ടാസ്ക്, ഒരു ജോബ് പെർഫോം ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഞാനായിട്ടൊരു
എനിക്കിഷ്ടമുള്ള രീതിയിൽ ഒരു പേര് കൊടുത്ത് ഞാനായിട്ടൊരു ഫംഗ്ഷൻ ഉണ്ടാക്കി. അപ്പം അങ്ങനെ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഫങ്ഷൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസും ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും ഉണ്ട്. അതിൽ പ്രീ ഡിഫൈൻഡ് എന്ന് പറയുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻസിനെ വിളിക്കുന്ന പേരാണ് പ്രീ ഡിഫൈൻഡ് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് നമുക്ക് പറയാം. പിന്നെ വരുന്നത് യൂസർ ഡിഫൈൻഡ്. അപ്പോൾ ഈ 2 ടൈപ്പ് ഫങ്ഷൻസ് ആണ് നമുക്കുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണെന്നുള്ളത് ജസ്റ്റ് അതെന്താ, നമ്മൾ വലിയൊരു പ്രോഗ്രാമിനെ സ്പ്ലിറ്റ് ചെയ്ത് ചെറുതാക്കുന്നു. ആ ചെറിയ സബ് പ്രോഗ്രാംസിനെ വിളിക്കുന്ന പേരാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഫങ്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് ഫങ്ഷൻസും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ പ്രീ ഡിഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫങ്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഫങ്ഷനിലെ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? അതായത് ഈ ഒരു ഫങ്ഷൻ നമുക്ക് പെർഫോം ചെയ്യണമെങ്കിൽ, ആ ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഫങ്ഷൻ കോൾ ചെയ്യാൻ നേരത്ത് നമുക്ക് പാസ് ചെയ്യേണ്ട കുറച്ച് ഡേറ്റ ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെന്റ് എന്ന് വിളിക്കുക. ഓക്കെ, ഇത് ലാസ്റ്റ് നമ്മൾ കുറച്ചങ്ങോട്ട് പോകുമ്പം ഒന്നുകൂടെ ക്ലിയർ ആക്കി പറഞ്ഞുതരാം ആർഗ്യുമെന്റ് എന്താണ്, പാരാമീറ്റർ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടാസ്ക് നമ്മൾ പെർഫോം ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ഒരു റിസൾട്ട് നമുക്ക് കിട്ടും നമ്മുടെ കയ്യിലേക്ക്. ഓക്കെ, ചില ഫങ്ഷൻസ് നമുക്കൊരു റിസൾട്ട് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ റിസൾട്ട് പ്രൊവൈഡ് ചെയ്തതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് വാല്യൂ റിട്ടേൺഡ് ബൈ ദ ഫങ്ഷൻ. എന്താണ് വാല്യൂ റിട്ടേൺഡ് എന്ന് പറയുന്നത്? നമുക്ക് ഈ ഒരു ഫങ്ഷന്റെ റിസൾട്ടിനെയാണ് നമ്മൾ വാല്യൂ റിട്ടേൺഡ് എന്ന് പറയാം. അപ്പോൾ ഈ ജസ്റ്റ് ടേംസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. പാരാമീറ്റർ എന്താണ്, ആർഗ്യുമെന്റ് എന്താണ്, വാല്യൂ റിട്ടേൺഡ് എന്താണെന്നൊക്കെ ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസിൽ തന്നെ ഒത്തിരി ഫങ്ഷൻസ് ഉണ്ടെന്ന് നമ്മൾ ആദ്യം കോൺസെപ്റ്റ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലേ. എന്തൊക്കെയായിരുന്നു? സ്ട്രിങ്, മാത്തമാറ്റിക്കൽ, അങ്ങനെ ക്യാരക്ടർ, ഇങ്ങനെ കുറേ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രിങ് ഫങ്ഷൻസ് ആണ്. സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതൊരു ലിറ്ററൽ ആണ് അല്ലേ, നമ്മൾ ഓൾറെഡി ആദ്യത്തെ ചാപ്റ്റേഴ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്ട്രിങ് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ സ്ട്രിങ് ഫങ്ഷൻസിൻ്റെ ഹെഡർ ഫയൽ എന്ന് പറയുന്നത് എന്താണ്? സി സ്ട്രിങ് ആണ്. ഓക്കെ, ആദ്യം സി എഴുതുക, അതിനുശേഷം സ്ട്രിങ് എന്ന് കൊടുക്കുക. സി സ്ട്രിങ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഹെഡർ ഫയൽ. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന 5 ഫങ്ഷൻസും വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞ് സി സ്ട്രിങ് നമ്മൾ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് 5 ഫങ്ഷൻസ്? strlen, strcpy, strcat, strcmp ആൻഡ് ഫൈനലി strcmpi. അപ്പോൾ ഇത്രയും ഫങ്ഷൻസ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താന്നുള്ളത് പഠിക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ലെറ്റേഴ്സ് കാണുമ്പോഴേക്കും കൺഫ്യൂഷൻ ആവേണ്ട, സിമ്പിളാണ്. ഓക്കെ, ഫസ്റ്റ് വൺ തന്നെ strlen. എല്ലാത്തിനും സ്റ്റാർട്ടിങ് നമ്മൾ str വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇന്നെല്ലാം സ്ട്രിങ് ഫങ്ഷൻസ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. അപ്പോൾ str ആദ്യം കൊടുത്തു, അതിനുശേഷം len. len എന്ന് പറയുന്നത് എന്തിനാ? ലെങ്ത്തിനെയാണ് നമ്മളിവിടെ len എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഫങ്ഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദി ലെങ്ത് ഓഫ് എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്? strlen എന്ന് പറയുന്ന ഫങ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിൻടാക്സ് നോക്കിക്കേ. ഇൻറ്റ് strlen എന്നിട്ട് ബ്രാക്കറ്റിൽ നമ്മൾ സ്ട്രിങ്ങിൻ്റെ പേര് കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ഇൻറ്റ് കൊടുത്തത്? നമുക്ക് ലെങ്ത് ആണല്ലേ വേണ്ടത്, അതായത് എത്ര ലെറ്റേഴ്സ് ഉണ്ട്, എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്നുള്ള ലെങ്ത് എടുക്കുകയാണ്. അപ്പോൾ നമുക്കത് ഇൻറ്റീജറിൽ എഴുതാം. ഓക്കെ, അതുകൊണ്ടാണ് ഇൻറ്റ് strlen സ്ട്രിങ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു പ്രോഗ്രാം നോക്കിക്കേ. char str വെൽക്കം. ഓക്കെ, അപ്പോൾ str എന്ന പേരുള്ള ഒരു സ്ട്രിങ് ഉണ്ട്. ആ ഒരു സ്ട്രിങ്ങിൽ എന്താ കൊടുത്തിരിക്കുന്നത്? വെൽക്കം എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇൻറ്റ് n എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഈ ഒരു n നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ലെങ്ത് ഉണ്ടല്ലോ, നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താ? ഈ വെൽക്കം എന്ന് പറയുന്ന സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ ആ ലെങ്ത് സ്റ്റോർ ചെയ്യാനായിട്ടാണ് നമ്മൾ n എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിൽ നിങ്ങൾക്കത് കൊടുക്കാം. ഓക്കെ, സോ n ഈക്വൽ ടു നമ്മളവിടെ ഫങ്ഷൻ യൂസ് ചെയ്യാണ് strlen. ബ്രാക്കറ്റിൽ എന്ത് കൊടുത്തു? നമ്മുടെ സ്ട്രിങ്ങിൻ്റെ പേര് കൊടുത്തു, str. ഓക്കെ, നിങ്ങൾ എന്ത് പേരാണോ കൊടുക്കുന്നത് ആ പേര്, ഏത് സ്ട്രിങ്ങിൻ്റെ ആണോ കാണേണ്ടത് ആ സ്ട്രിങ്ങിൻ്റെ പേര് ബ്രാക്കറ്റിൽ കൊടുക്കുക. ദെൻ cout n. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും കിട്ടുക? വെൽക്കം എന്നാണ് സ്ട്രിങ് അല്ലേ. ഇപ്പോൾ വെൽക്കം എന്ന് പറഞ്ഞാൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്?
7 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു എന്നിലേക്ക് നമുക്ക് 7 ആയിരിക്കും സ്റ്റോർ ചെയ്യുക. അതായത് നമ്മുടെ str എന്ന് പറയുന്ന ഈ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 7 ആയിട്ട് നമുക്ക് കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ അതാണ് strlen എന്ന് പറയുന്ന സ്ട്രിങ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി രണ്ടാമത് വരുന്നതാണ് strcpy. strcpy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cpy കോപ്പി. ഓക്കെ, ഒരു സ്ട്രിങ്ങിനെ വേറൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെ എഴുതുന്നത് നോക്കിക്കേ. സിൻടാക്സ് strcpy എന്ന് എഴുതുക. എന്നിട്ട് ബ്രാക്കറ്റിൽ നമുക്ക് ഏതിലേക്കാണോ കോപ്പി ചെയ്യേണ്ടത് ആ സ്ട്രിങ്ങിൻ്റെ പേര് ആദ്യം കൊടുക്കുക. ഏത് സ്ട്രിങ് ആണോ കോപ്പി ചെയ്യേണ്ടത് അത് നമ്മൾ രണ്ടാമതും കൊടുക്കുക, പേര് കൊടുക്കുക. ഓക്കെ, പ്രോഗ്രാം നോക്കി. s1 എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. s2 എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രിങ്ങും കൊടുത്തിട്ടുണ്ട്. s2ൽ നമ്മൾ എന്താ വെൽക്കം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, എന്നിട്ട് നമ്മൾ പറയാണ് strcpy s1 s2. അതായത് s2ലുള്ള സ്ട്രിങ്ങിനെ, s2 എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ s1ലേക്ക് കൊടുക്കുക, കോപ്പി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ s1 പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക? വെൽക്കം എന്ന് പറഞ്ഞിട്ടായിരിക്കും കിട്ടുക. ഓക്കെ, വെൽക്കം എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? s2ലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ഇവിടെ ഒരു ഫംഗ്ഷൻ നമ്മൾ വിളിക്കുകയാണ് strcpy s1 s2. അപ്പോൾ എന്ത് ചെയ്യും? s2ലുള്ളത് s1ലേക്ക് കോപ്പി ആകും. ഓക്കെ അല്ലേ? ഇനി strcat നമ്മുടെ മൂന്നാമത്തെ ഫംഗ്ഷൻ. ഓക്കെ, strcat എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു അപ്പൻഡ് വൺ സ്ട്രിങ് ടു അനദർ സ്ട്രിങ്. അപ്പൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രിങ് ഓൾറെഡി ഉണ്ട്, ആ ഒരു സ്ട്രിങ്ങിൻ്റെ ബാക്കിയായിട്ട് മറ്റൊരു സ്ട്രിങ്ങിനെ നമ്മൾ ചേർത്ത് എഴുതുന്നതിനെയാണ് ഈ ഒരു strcat എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുക. അപ്പം അങ്ങനെ എഴുതുമ്പോഴേക്കും ആ റിസൾട്ടായിട്ട് കിട്ടുന്ന സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്തായിരിക്കും? ആ രണ്ട് സ്ട്രിങ്ങിൻ്റെ ലെങ്ത്തിൻ്റെ സമ്മായിരിക്കും അല്ലേ? അതായത് ഇപ്പോൾ 2 സെൻറ്റൻസ് ഉണ്ട്. ഈ 2 സെൻറ്റൻസും കൂടെ നമ്മൾ കൂട്ടി എഴുതുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫുൾ ലെങ്ത് എന്താ? അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മായിരിക്കും അല്ലേ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ സിൻടാക്സ് മറ്റേതിനോട് സെയിം തന്നെയാണ്. നമ്മുടെ ഫംഗ്ഷൻ എന്താണെന്ന് എഴുതാം. strcat എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. അതിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുന്നു? നമ്മുടെ 2 സ്ട്രിങ്ങും കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അതാ s1 എന്ന് പറയുന്നത് വെൽക്കം എന്ന് പറഞ്ഞിട്ടുണ്ട്, s2 എന്ന് പറയുന്നത് C++. അപ്പോൾ നമുക്ക് 2 സ്ട്രിങ് ഉണ്ട്. എന്നിട്ട് strcat എന്ന് പറഞ്ഞ് നമ്മൾ s1, s2 എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? cout s1. അപ്പോൾ നമ്മുടെ s1 കഴിഞ്ഞിട്ട് ഈ ഒരു s2 വരും. അതായത് നമുക്കിവിടെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത് വെൽക്കം ടു C++ ഇങ്ങനെ കിട്ടും. അതായത് ആദ്യം s1 വരും, അത് കഴിഞ്ഞിട്ട് s2 എന്താണോ ആ സ്ട്രിങ് വരും. അപ്പോൾ അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്? strcat നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി strcmp എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ട്രിങ് തമ്മിൽ കമ്പയർ ചെയ്യാന്നാണ് പറയുന്നത്. 2 സ്ട്രിങ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 2 സ്ട്രിങ് നമ്മൾ കമ്പയർ ചെയ്യാൻ എടുക്കുന്ന 2 സ്ട്രിങ്ങും സെയിം ആണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് ഒരു 0 ആയിരിക്കും. ഓക്കെ, അതല്ല ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ട്രിങ് ഇഫ് സ്ട്രിങ് 1 ഈസ് ആൽഫബറ്റിക്കലി ലോവർ ദാൻ s2 നമുക്കൊരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യാം. ഓക്കെ, അതല്ല നമ്മുടെ ഫസ്റ്റ് സ്ട്രിങ് ഈസ് ആൽഫബറ്റിക്കലി ഹയർ ദാൻ സ്ട്രിങ് 2 ആണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്ത് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത് 3ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 0 റിട്ടേൺ ചെയ്യുന്നത് സെയിം ആണെങ്കിൽ, ലോവർ ആണെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും, ഹയർ ആണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്ത് കിട്ടുക. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം നോക്കിക്കേ. s1 എന്ന് പറഞ്ഞ ദീപ്തി, s2 എന്ന് പറഞ്ഞ ദിവ്യ, ഇങ്ങനെ 2 പേര് നമ്മൾ ഇവിടെ 2 സ്ട്രിങ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻറ്റ് n ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. n = strcmp s1 s2. അപ്പോൾ s1 s2 നമ്മൾ കമ്പയർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ n എന്ന് പറയുന്നത് നമുക്ക് 0 ആയിട്ട് കിട്ടുവാണെങ്കിൽ എന്താണ്? ബോത്ത് ദ സ്ട്രിങ് ആർ സെയിം എന്ന് നമുക്ക് പറയാം. ഇത് സെയിം ആണോ? ദീപ്തി, ദിവ്യ രണ്ടും 2 പേരാണല്ലേ? സെയിം അല്ല. അപ്പോൾ എന്തായാലും 0 നമുക്ക് കിട്ടില്ല. 0 അല്ല, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരില്ല. അത് കഴിഞ്ഞ് പിന്നുള്ളൊരു ഓപ്ഷൻ എന്താ? s1 > s2 ആണോ? അത് നമ്മൾ നോക്കുക. നമുക്കൊരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ, n എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ എന്ത് പ്രിൻറ്റ് ചെയ്യും? s1 > s2 എന്ന് നമ്മൾ പ്രിൻറ്റ് ചെയ്യും. അതല്ല, അതൊരു ഹയർ നമ്പർ ആണ്, ഒരു പോസിറ്റീവ് നമ്പർ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ s1 > s2 എന്ന് പ്രിൻറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ സ്മോൾ ലെറ്ററിന് സ്മോൾ ലെറ്റർ ആയിട്ടും
അതുപോലെ ക്യാപിറ്റൽ ലെറ്ററിനെ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് തന്നെ ആയിരിക്കും നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുക, കമ്പയർ ചെയ്യാൻ നേരത്ത്. ഓക്കെ, ഇനി നമ്മുടെ സ്ട്രിംഗ് ഫങ്ഷൻസിൽ ലാസ്റ്റ് വരുന്നതാണ് strcmpi. ഇത് നമ്മൾ നേരത്തെ പഠിച്ച, അതായത് strcmp-നോട് സിമിലർ ആണ്. strcmp അതിൻ്റെ കൂടെ ജസ്റ്റ് നമ്മളൊരു ഐ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഈ ഒരു കേസസ് ഇഗ്നോർ ചെയ്യുക, അതായത് അപ്പർ കേസ് ആണെങ്കിലും ലോവർ കേസ് ആണെങ്കിലും ഇത് സെയിം ആയിട്ട് കൺസിഡർ ചെയ്യും, അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു സംഭവമാണ്, അങ്ങനെ ഒരു ഫങ്ഷനാണ് strcmpi എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിന് ഈ രണ്ട് ഫങ്ഷൻസ് വന്നിട്ട് ഇത് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറയും. എന്താണ് വ്യത്യാസം, അതായത് strcmp-യും strcmpi-യും തമ്മിലുള്ള വ്യത്യാസം എന്താ? strcmp വരുമ്പോൾ എന്താണ്, നമ്മളവിടെ ലോവർ കേസിനെയും അപ്പർ കേസിനെയും, അതായത് ക്യാപിറ്റൽ ലെറ്ററിനെ സ്മോൾ ലെറ്ററിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്താ, ഇവിടെ നമ്മൾ അതിന് സെയിം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സിൻടാക്സ് വരുമ്പോൾ എന്താ, ജസ്റ്റ് ആ ഒരു ഫങ്ഷന്റെ പേര് എഴുതുക, ഏതൊക്കെയാണോ കമ്പയർ ചെയ്യേണ്ട സ്ട്രിങ് ആ സ്ട്രിങ്ങിന്റെ പേര് കൊടുക്കാം. ഇതാ ഇവിടെ നോക്കിക്കേ, S1 എന്ന് പറഞ്ഞിട്ട് സണ്ണിൽ ഫുൾ ക്യാപിറ്റലാണ് കേട്ടോ, സണ്ണിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. S2 എന്ന് പറഞ്ഞിട്ടും സണ്ണിൽ നിന്ന് തന്നെ ഫുൾ സ്മോൾ ലെറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, n = strcmpi എന്നാണ് കേട്ടോ. കോഡ് എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. n = strcmpi. ഓക്കെ, എന്നിട്ട് ബ്രാക്കറ്റിൽ നമ്മൾ S1 S2 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കമ്പയർ ചെയ്യാം. ഇത് കമ്പയർ ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുന്നെങ്കിൽ, n എന്ന് പറയുന്നത് 0 ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യും? ബോത്ത് ദ സ്ട്രിങ് ആർ സെയിം എന്ന് പ്രിന്റ് ചെയ്യും. n 0-നേക്കാളും ചെറുതാണ്, അതായത് ഒരു നെഗറ്റീവ് നമ്പറാണ് കിട്ടുന്നതെങ്കിൽ S1 < S2 എന്ന് പ്രിന്റ് ചെയ്യും. അതിനേക്കാളും വലിയ നമ്പറാണ്, അതായത് ഒരു പോസിറ്റീവ് നമ്പറാണ് കിട്ടുന്നതെങ്കിൽ S1 > S2 എന്ന് പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇത്രയും കണ്ടീഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇഫ് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ എന്തായിരിക്കും റിസൾട്ട് കിട്ടുക? S1 എന്ന് പറയുന്നതും സണ്ണിൽ, S2 എന്ന് പറയുന്നതും സണ്ണിൽ, സെയിം വേർഡ്സ് ആണ്. പക്ഷെ ഒരെണ്ണം അപ്പർ കേസും മറ്റത് ലോവർ കേസും ആണല്ലേ. പക്ഷെ അതിവിടെ ഒരു മാറ്റർ ആണോ? അല്ല, കാരണം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫങ്ഷൻ strcmpi ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ രണ്ടിനെ സെയിം ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പം നമുക്കിവിടെ ആൻസർ കിട്ടുന്ന എന്താ? ബോത്ത് ദ സ്ട്രിങ് ആർ സെയിം എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ ഈ 5 ഫങ്ഷൻസ് ആണ് സ്ട്രിങ്ങിൽ വരുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതാ? പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണല്ലേ. അപ്പോൾ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസിൽ തന്നെ സ്ട്രിങ് ഫങ്ഷൻസ് ആണ് പഠിച്ചത്. സ്ട്രിങ് ഫങ്ഷൻസിന്റെ ഹെഡർ ഫയൽ ഏതാ? സി സ്ട്രിങ് എന്ന് പറയുന്നതാണ് ഹെഡർ ഫയൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു സി സ്ട്രിങ് ഹെഡർ ഫയലിന്റെ അണ്ടറിൽ 5 ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫങ്ഷൻ ഉണ്ട്, സ്ട്രിങ് കോപ്പി ചെയ്യാനുള്ള ഫങ്ഷൻ ഉണ്ട്, അപ്പൻഡ് ചെയ്യാനുള്ള ഫങ്ഷൻ ഉണ്ട്, ദെൻ കമ്പയർ ചെയ്യാനുള്ള 2 ഫങ്ഷൻസും ഉണ്ട്. ക്ലിയർ ആണല്ലോ? അടുത്തത് വരുന്നതാണ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. നമ്മൾ സ്ട്രിങ് ഫങ്ഷൻസ് പഠിച്ച പോലെ തന്നെ ഇവിടെ നമുക്കൊരു 5 ഫങ്ഷൻസ് പറയുന്നുണ്ട്, ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കി. ഇവിടെ നമുക്ക് ഹെഡർ ഫയലിൽ സി സ്ട്രിങ് അല്ല, സി മാത്ത് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ്? നമ്മൾ മാത്തമാറ്റിക്കൽ ഫങ്ഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെഡർ ഫയൽ സി മാത്ത്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഫങ്ഷൻസ് പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് 5 എണ്ണം? ABS, SQRT, POW, sin, cos. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നോക്കാം. സോ ഫസ്റ്റ് വൺ, ABS. ABS എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ആൻ ഇൻറ്റീജർ. ഒരു ഇൻറ്റീജറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫങ്ഷനാണ് ABS. അബ്സല്യൂട്ടിൻ്റെ ആദ്യത്തെ 3 ലെറ്റർ യൂസ് ചെയ്താണ് ആ ഒരു ഫങ്ഷനെ നമ്മൾ നെയിം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിൻടാക്സ് നോക്കി. ഇൻറ്റ് ABS ഇൻറ്റ്, എന്നാൽ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജറാണ്. ഓക്കെ, ഇൻറ്റ് n = -25 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ABS കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 25 എന്നായിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അതായത് എന്താണോ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ, അതിപ്പോൾ -25 ആണെങ്കിൽ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ 25 ആയിരിക്കും. വെറുതെ നമ്മൾ 25 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ 25 തന്നെ ആയിരിക്കും. ഓക്കെ, സപ്പോസ് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്,
അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ABS അല്ല, പകരം FABS ആണ്. ഓക്കെ, ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂവിൻ്റെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് FABS ആണ്. നമുക്കൊരു ഇൻറ്റീജർ നമ്പർ, അതായത് ഒരു പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള ഒരു നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാം? ABS എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സിമ്പിൾ ആണല്ലോ. ഓക്കെ, ഇനി SQRT, ആ ഒരു പേരാണ് പറയുക, സ്ക്വയർ റൂട്ട് കാണാനാണ് അല്ലേ. ഒരു നമ്പർ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദി സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ. അപ്പം അതിൻ്റെ സിൻടാക്സ് നോക്കിക്കേ, ഡബിൾ SQRT, എന്നിട്ട് നമ്മൾ ആ ഒരു ബ്രേസസിൽ ആ ഒരു നമ്പർ എന്താണെന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാ എക്സാമ്പിൾ ഉണ്ട്, n = 25. ഓക്കെ, n എന്ന് പറയുന്നത് 25 ആയിട്ട് നമ്മൾ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫ്ലോട്ട് b = ഈ ഫ്ലോട്ട് b എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് നമ്മുടെ സ്ക്വയർ റൂട്ട് ആൻസർ അത് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ഒരു വേരിയബിൾ ആണ് b. ഓക്കെ, അത് ഫ്ലോട്ട് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. b = SQRT ബ്രാക്കറ്റിൽ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ആണല്ലേ, n നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 25ൻ്റെ സ്ക്വയർ റൂട്ടാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, അതാണ് നമുക്ക് അവിടെ വരിക. ഇനി അടുത്തത് POW, പവർ. ഓക്കെ, POW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പറിൻ്റെ പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ. ഓക്കെ, അതായത് നമുക്കിപ്പം ഇതൊക്കെ നമുക്ക് ഈസി അല്ലേ, നേരെ ടൈപ്പ് ചെയ്ത് വെച്ചാൽ പോരെ. അതായത് ഇപ്പം ഒരു നമ്പറിൻ്റെ പവർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ ഫംഗ്ഷൻ എഴുതിയാൽ പോരെ എന്ന് നിങ്ങൾക്ക് വിചാരിക്കാം. പക്ഷെ അത്രയും സ്റ്റെപ്സ് നമ്മൾ എപ്പോഴും പ്രോഗ്രാം എഴുതുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? മാക്സിമം നമ്മുടെ സ്റ്റെപ്സ്, നമ്പർ ഓഫ് സ്റ്റെപ്സ് നമ്മൾ കുറയ്ക്കുക. ഓക്കെ, എത്ര ലൈൻ ഉണ്ട് ഒരു കോഡ് എന്ന് പറയുന്നത്, ഒരു പ്രോഗ്രാമിൻ്റെ കോഡ് എത്ര ലൈൻസ് ഉണ്ടോ അത് കുറച്ച് ഏറ്റവും സിമ്പിളായിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കോഡായിട്ട് നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സ്ക്വയർ റൂട്ട് കാണാനോ അല്ലെങ്കിൽ ഒരു പവർ കാണാനോ മറ്റൊക്കെ നമ്മൾ അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ള ഫുൾ കാര്യങ്ങളായിട്ട് കൊടുത്ത് എഴുതുമ്പോൾ നമുക്കൊരു ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ജസ്റ്റ് അതിനെ കോൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അത്രയും സ്റ്റെപ്സ് നമുക്കിവിടെ കുറഞ്ഞു കിട്ടും. അതാണ് ഈ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നതിൻ്റെ ഗുണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ എങ്ങനെയാണ് സിൻടാക്സ് കൊടുത്തിട്ടുണ്ട്. ദെൻ എക്സാമ്പിൾ നോക്കിക്കേ, x = 5, y = 4, z. അപ്പോൾ ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് z = POW, അതായത് പവർ ആണ് ഉദ്ദേശിക്കുന്നത്, x, y. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇവർ പവർ കണ്ടുപിടിക്കുന്നത്? x 5 ആണെന്ന് പറഞ്ഞു, y 4 ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതായത് ഇതിൻ്റെ അർത്ഥം 5⁴ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ 5⁴ എത്രയാണ്? അതായത് 5 പവർ ഓഫ് 4 എത്രയാണെന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുക. നമുക്ക് പവർ ആയിട്ട് കൊടുക്കേണ്ട ഡിജിറ്റ് നമ്മൾ രണ്ടാമത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് POW എന്ന് പറയുന്നത്. ഇനി സൈനും കോസൊക്കെ മാത്സ് പഠിച്ചിട്ടുണ്ടല്ലോ. മാത്സ് ഫുൾ മാത്സ് ആണല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ സൈൻ, ഒരു നമ്പറിൻ്റെ ഒരു ആംഗിളിൻ്റെ ഒരു നമ്പറിൻ്റെ സൈൻ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണിത്. സോ ഡബിൾ സൈൻ, എന്നിട്ട് നമ്മൾ ആ ഒരു ബ്രാക്കറ്റിൽ അത് കൊടുക്കാം. ഓക്കെ, ഫ്ലോട്ട് x = 30 × 3.14/180. 30 ഡിഗ്രിയുടെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനെ നമ്മൾ അതിൻ്റെ റേഡിയസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൺവേർഷൻ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ Cout sin x. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈൻ വാല്യൂ നമുക്കിവിടെ കിട്ടും. ഇതുപോലെ തന്നെയാണ് കോസിനും കൊടുത്തിരിക്കുന്നത്. കോസിനെ നമുക്ക് അതുപോലെ തന്നെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫംഗ്ഷനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൊസൈൻ വാല്യൂ എന്താണെന്നുള്ള, ആ ഒരു നമ്പറിൻ്റെ കൊസൈൻ വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്കൊരു ടേബിൾ പോലെ വരച്ചിട്ടോ, അതായത് ഫങ്ഷൻസിൻ്റെ പേര്, സിൻടാക്സ്, യൂസ്, ഇങ്ങനെ ഒരു ടേബിൾ പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ജസ്റ്റ് പഠിക്കാനുള്ളൂ. അല്ലാതെ നമുക്കിതിൽ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. ഓരോ ഫങ്ഷൻസ്, പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് തന്നെ ഒരു 3-4 എണ്ണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഓരോന്നും ഓരോ ടേബിൾ ആക്കാം. ഫസ്റ്റ് തന്നെ സ്ട്രിംഗ് ഫങ്ഷൻസ് എടുക്കുക, 5 എണ്ണത്തിൻ്റെ പേര് എഴുതുക, അതിൻ്റെ സിൻടാക്സ് എഴുതുക, എന്താണ് യൂസ്, എന്തിനാണ് ഉപയോഗിക്കുന്നത് അല്ലേ, ഒരൊറ്റ സെൻറ്റൻസിൽ തീരാനുള്ളതുള്ളൂ. അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് നമുക്ക് 5 എണ്ണം ഉണ്ട്, അതിൻ്റെ പേര് എഴുതുക. ഏതൊക്കെയായിരുന്നു? ABS, അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കുന്നുണ്ട്, സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നുണ്ട്, പവർ കണ്ടുപിടിക്കുന്നുണ്ട്, ദെൻ സൈൻ വാല്യൂ, കൊസൈൻ വാല്യൂ. അപ്പോൾ ഈ 5 എണ്ണത്തിൻ്റെ പേര്, അതിൻ്റെ സിൻടാക്സ്, അതുപോലെ അതിൻ്റെ യൂസ്. ക്ലിയർ ആയല്ലോ? അടുത്തത് നമ്മുടെ പ്രീ ഡിഫൈൻഡിൽ വരുന്നത് ഒന്നാണ് ക്യാരക്ടർ ഫങ്ഷൻസ്.
ഓക്കെ, അപ്പോൾ ക്യാരക്ടർ ഫങ്ഷൻസിന്റെ ഹെഡർ ഫയൽ എന്ന് പറയുന്നത് CC ടൈപ്പ്. ഓക്കെ, അതായത് ക്യാരക്ടർ ആണ് നമ്മൾ C++. അപ്പോൾ CC ടൈപ്പ് എന്ന് പറയുന്ന ഹെഡർ ഫയൽ കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു ഫങ്ഷൻസ് പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിൽ 7 ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും ജസ്റ്റ് ആദ്യം പേരൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് അപ്പർ. ഓക്കെ, ദെൻ ഈസ് ലോവർ, ഈസ് ആൽഫ, ഈസ് ഡിജിറ്റ്, ഈസ് AL num, ഈസ് അല്ല ടു അപ്പർ ടു ലോവർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 7 ഫങ്ഷൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇത് എന്തിൻ്റെയാണെന്നാ പറഞ്ഞത്? ക്യാരക്ടർ ഫങ്ഷൻസ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈസ് അപ്പർ. ഈസ് അപ്പർ എന്ന് പറയുന്നതിൻ്റെ സിൻടാക്സ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റ് ഈസ് അപ്പർ, നമ്മൾ ക്യാരക്ടർ C. ഓക്കെ, സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ എ ക്യാരക്ടർ ഈസ് എൻ അപ്പർ കേസ് ഓർ നോട്ട്. അതായത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഈ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടർ അപ്പർ കേസിലാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് ഈസ് അപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫങ്ഷൻ റിട്ടേൺസ് 1 ഇഫ് ദ ഗിവൺ ക്യാരക്ടർ ഈസ് എൻ അപ്പർ കേസ്. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ അപ്പർ കേസിലാണ്, അതായത് ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ എന്ത് റിട്ടേൺ ചെയ്യും? 1 റിട്ടേൺ ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ അത് 0 റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഈസ് അപ്പർ. അപ്പോൾ ഈസ് ലോവർ എന്ന് പറയുമ്പോഴോ നേരെ തിരിച്ചല്ലേ, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ക്യാരക്ടർ ലോവർ കേസിലാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, കണ്ടോ, ഇറ്റ് ചെക്ക് വെദർ ദ ക്യാരക്ടർ ഈസ് എൻ ലോവർ കേസ് ഓർ നോട്ട്. എന്നിട്ട് ലോവർ കേസിലാണെങ്കിൽ നമുക്ക് 1 റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എന്താ? ഇൻറ്റ് ഈസ് ലോവർ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ക്യാരക്ടർ അതിൽ കൊടുക്കുക. ഓക്കെ, ഇനി ഈസ് ആൽഫ. ഈസ് ആൽഫ എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പർ ആൽഫബറ്റ് ആണോ അല്ലയോ? ഓക്കെ, അതായത് നമ്മൾ ക്യാരക്ടർ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ആൽഫബറ്റ്സ് മാത്രമാണോ വരുന്നത്? അല്ല അല്ലേ. അപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു വാല്യൂ ആൽഫബറ്റ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് നമ്മൾ ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്? ഈസ് ആൽഫ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് കറക്റ്റ് ആണെങ്കിൽ, അതായത് ആൽഫബറ്റ് ആണെങ്കിൽ നമുക്ക് 1 റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. ദെൻ അതിൻ്റെ സിൻടാക്സ്, എല്ലാത്തിൻ്റെയും സിൻടാക്സ് സെയിം ആ, ജസ്റ്റ് ആ ഒരു ഫംഗ്ഷൻ നെയിം മാറ്റി മാറ്റി കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ ഈസ് ഡിജിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാരക്ടറിൽ നമുക്ക് എന്തൊക്കെ വരും? ഈ ഒരു ക്യാരക്ടർ ആൽഫബറ്റ് കൂടാതെ ഡിജിറ്റ് വരാറുണ്ട് അല്ലേ. അപ്പം നമുക്ക് കൊടുത്തിരിക്കുന്നത് ഒരു ഡിജിറ്റ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈസ് ഡിജിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഡിജിറ്റ് ആണെങ്കിൽ 1 വരും, ഡിജിറ്റ് അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ദാ സിൻടാക്സ് കണ്ടല്ലോ. ഇനി ഈസ് AL num, അതായത് ആൽഫ ന്യൂമറിക് നമ്പേഴ്സ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ക്യാരക്ടർ ആൽഫബറ്റ് അല്ല, ഡിജിറ്റും അല്ല, ഏതെങ്കിലും ഒരു ആൽഫ ന്യൂമറിക് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഓക്കെ, ഇവിടെയും നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് 1 തന്നെയാണ്. ആൽഫ ന്യൂമറിക് ആണെങ്കിൽ 1 എന്ന് റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ 0 എന്ന് റിട്ടേൺ ചെയ്യും. ഓക്കെ, ദെൻ പിന്നെ വരുന്നത് എന്താ? ടു അപ്പർ. ടു അപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്യാരക്ടറിനെ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഓൾറെഡി അപ്പർ കേസ് ആണെങ്കിൽ ഓക്കെ അങ്ങനെ തന്നെ. അതല്ല സ്മോളർ കേസിൽ എഴുതിയിരിക്കുന്നത് ഒരു ലെറ്റർ ആണെങ്കിൽ, ഒരു ക്യാരക്ടർ ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യുക? അതിനെ അപ്പർ കേസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ടു അപ്പർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ടു ലോവർ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് കൊടുത്തിരിക്കുന്നതിനെ ലോവർ കേസിലേക്ക് മാറ്റാം. അപ്പോൾ ഈസ് അപ്പർ ഈസ് ലോവറും ഉണ്ട്, ടു അപ്പർ ടു ലോവറും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. രണ്ടും കൂടെ എടുത്തിരിക്കുമ്പോഴേക്കും ഈസ് അപ്പർ എന്ന് പറയുന്നത് ടു അപ്പർ എന്ന് പറയുന്നതും തമ്മിൽ മിക്സ് ആവരുത്. ഓക്കെ, അപ്പം നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് 2 വെച്ചിട്ടുള്ള 2 ഫംഗ്ഷനും നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, ഈസ് അപ്പർ ഈസ് ലോവർ എന്ന് പറയുന്ന 2 ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് അപ്പർ ആണോ അല്ലെങ്കിൽ ലോവർ കേസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരക്ടർ ഫങ്ഷൻസ്. സിമ്പിൾ അല്ലേ? ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടേബിൾ വരയ്ക്കുക, ഫങ്ഷൻസിൻ്റെ പേര് എഴുതുക, സിൻടാക്സ്, അതുപോലെ അതിൻ്റെ ഫങ്ഷൻ എന്താണ്, യൂസ് എന്താണ്, ജസ്റ്റ് ഒരു ഒറ്റ ലൈനിൽ എഴുതാനുള്ളതുള്ളൂ ഇതും. ഓക്കെ, അപ്പോൾ ഇതും പഠിച്ചു വെക്കുക.